എന്താ? ടൈപ്പ്റൈറ്റിംഗ് ക്ലാസ് ചേരാനാണ്. പേരെന്താ? രാജു. ഏത് സമയത്ത് വരുന്ന സൗകര്യം? പിന്നെ ഈ സമയത്ത് വരുന്നത് എനിക്ക് സൗകര്യം. അയ്യോ, ഈ ബാച്ചിൽ സീറ്റ് ഒഴിവില്ലല്ലോ. കണ്ടില്ലേ, വൈകുന്നേരം 5 മണിക്കുള്ള ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ട്. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. ഈ ബാച്ചിൽ അഡ്മിഷൻ കിട്ടിയാൽ എനിക്ക് ജോലിയും ക്ലാസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. എന്താ ചെയ്യാ? 5 മണിക്കുള്ള ബാച്ചിലെ സീറ്റ് ഒഴിവുള്ളൂ. അത് മാത്രമല്ല, വൈകുന്നേരത്തെ വെയിൽ കൊണ്ടാൽ എനിക്ക് തലവേദനയും കുളിരും വരും. ഈവനിങ് അലർജി എന്ന് പറയുന്ന ഒരുതരം പുതിയ അസുഖമാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം. ശോഭ ലോവർ പാസ്സായതല്ലേ? നാളെ മുതൽ സീനിയേഴ്സിന്റെ കൂടെ 5 മണിക്കുള്ള ക്ലാസ്സിൽ വന്നാൽ മതി. ശരി ടീച്ചർ. രാജു, നാളെ മുതൽ ഈ സമയത്ത് വന്നോളൂ. എന്താ ആലോചിക്കുന്നത്? ഈവനിങ് അലർജി എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായ അസുഖമല്ലേ? ഇതിനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം കാണൂ. അതുകൊണ്ട് ഞാനും 5 മണിക്കുള്ള ക്ലാസ്സിൽ വരാം. ദേവി അനുഗ്രഹിക്കണേ, കരുണാമയി. ദേവി മഹാലക്ഷ്മി രക്ഷിക്കണേ. ആഗദൈവങ്ങളെ, ശക്തി സ്വരൂപിണി, മഹാമായേ രക്ഷിക്കണേ. എക്സ്ക്യൂസ് മീ, സെക്കൻഡ് പിടിച്ച് ക്ലാസ്സിൽ എവിടെയാണ്? ഇതാ അവിടെയാണ്. ഇന്ന് സമരമായതുകൊണ്ട് ക്ലാസ്സുകളെല്ലാം വിട്ടു. ഇന്ന് സമരമാ. നേരത്തെ കാലത്ത് എല്ലാവർക്കും പോകാം. ആര് പോകാനാ? ഇയാൾ ഈ കോളേജിൽ പഠിക്കുകയാണോ? അതെ. ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് DC കെമിസ്ട്രിയാ. അനിൽ 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 ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. അനിൽ സെക്കൻഡ് DC കെമിസ്ട്രിയിലല്ലേ പഠിക്കുന്നത്? അതെ. അനക്കണ്ട, ഇപ്പൊ നോക്കണ്ട. ആ ജുബാക്കാരൻ പയ്യനെ ശ്രദ്ധിച്ചു. അവൻ അനിലിന്റെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? എന്റെ ക്ലാസ്സിലല്ലേ? ആ പോയിക്കോ പോയിക്കോ. ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വാ. ഇയാളോ? അല്ല, താങ്കൾ തന്നെ.
വരണം. എന്താ രാവിലെ? ജാനകിയമ്മ എന്നെ അന്വേഷിക്കുന്നു പറഞ്ഞു. ജാനകിയമ്മയല്ല, ഞാനാ ശോഭയെ കാണണമെന്ന് പറഞ്ഞു വെച്ചത്. രാജു? അതെ, ഒരു പ്രധാന കാര്യം ശോഭയോട് പറയാനുണ്ടായിരുന്നു. എനിക്ക് സാഹിത്യമൊന്നും വലിയ പിടിയില്ല. എന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഞാൻ വളച്ചു കേട്ടില്ല ശോഭയോട് പറയാം. സിനിമയിലും നോവലിലും ഒക്കെ മാത്രം നടക്കുന്നതാണെന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ എനിക്കുണ്ടായിരിക്കുന്നു. ശോഭയെ കണ്ട ആദ്യ നിമിഷം തന്നെ ഇതാണ് ആഫ്രിക്കൻ റോസ്. ഇതിനൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ഇലയേക്കാൾ ഭംഗി ഇതിന്റെ പൂവിനാണ്. പിന്നെ ഇത് എന്താ വച്ച ഇവിടെ? അതായത് ശോഭയ്ക്ക് കുറച്ച് പൂക്കൾ വേണമെന്ന്. ഇനി പിന്നീടാകട്ടെ. എന്നാ ശരി. പിന്നെ ഇതാണ് നമീബിയൻ റൂം. കേറി വരാൻ കണ്ടൊരു സമയം. അല്ല, എന്താ ഇവിടെ? അല്പം പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചോളാന്ന് വിചാരിച്ചിറങ്ങിയതാ. എന്നിട്ട് ആസ്വദിച്ചോ? ഏയ്, തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു കുളിക്കാൻ വന്നതായിരിക്കുമെന്ന്. കുളിക്കാനോ? എനിക്ക് നീന്തറിയില്ല. പുഴയിൽ കുളിക്കുന്നതിന് നീന്തറിയണമെന്നുണ്ടോ? അതില്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ കള്ളമൊക്കെ പറയുന്നത്? ശോഭയെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത്. എന്നെയോ? അതെ. എന്തിന്? അത് പിന്നെ ശോഭയ്ക്ക് അറിയില്ലേ? ഇല്ല. ഞാനിങ്ങനെ ശോഭയുടെ പുറകെ നടക്കുന്നത് എന്തിനാണെന്ന് ശോഭയ്ക്ക് അറിയില്ലേ? എന്നാലും ഞാൻ പറയാം. ശോഭയെ ഇഷ്ടമുള്ളതുകൊണ്ട്. ശോഭയെ ഞാൻ വളരെ വളരെ ഇഷ്ടപ്പെടുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെ, ശോഭയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കമാണ്. എന്തും. എങ്കിൽ നോക്കട്ടെ, ഈ പുഴയിലൊന്ന് ചാടാമോ? കുളിക്കാനോ? എനിക്ക് നീന്തറിയില്ല. രാജു, ഇത് പിടിച്ചു. രാജു ടൈപ്പ് ചെയ്തോ? ചെയ്തു. ഇല്ല. എവിടെ നോക്കട്ടെ? അത്
ടീച്ചർ